ഹലോ വെൽക്കം ടു അവർ ചാനൽ ബേക്കിൽ കണ്ടസ്റ്റന്റ് പേര് തോമസ്. നമ്മൾ യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട നമുക്ക് ആവശ്യമുള്ളൊരു ഒരു ടെസ്റ്റ് സെന്ററിൽ നമുക്ക് ആവശ്യമുള്ളൊരു ദിവസങ്ങൾ, അതായത് പെട്ടെന്നൊരു ഡേറ്റ് കിട്ടുന്നതിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു 2 മാസത്തിനോ 3 മാസത്തിനോ ഒന്നും ചിലപ്പോൾ ഡേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട സെന്ററിൽ നമുക്ക് ആവശ്യമുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെ ടെസ്റ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഗവൺമെൻറ്റിൻ്റെ DVSAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളൊരു ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യുക. അത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ പ്രിഫറബിൾ ആയിട്ടുള്ള ഡേറ്റിൽ വേണമെന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്യുക. അപ്പോൾ അതിന് എങ്ങനെയാണ് വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നത്, അതിനുശേഷം നമ്മൾ ഏത് ലൈസൻസ് ആണെന്ന് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക. എനിക്കിത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ലൈസൻസ് നമ്പർ കൊടുത്തു കഴിയുമ്പം അത് ഓൾറെഡി ലൈസൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് ഈ വെബ്സൈറ്റ് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റക്കാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പം ഈ മുകളിൽ കാണുന്ന ടാബുകളാണ്, അതായത് ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ലൈസൻസ് ഡീറ്റെയിൽസ്, ടെസ്റ്റ് ഡേറ്റഡ് സെൻറ്റർ, ടെസ്റ്റ് ടൈം, യുവർ ഡീറ്റെയിൽസ്, കാർഡ് ഡീറ്റെയിൽസ്, അങ്ങനെ പേയ്മെൻറ്റ്, അതുപോലത്തെ സംഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കത് മുന്നോട്ട് പോകാം, നമുക്കത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷനിൽ, മൊബൈലിലെ ആപ്ലിക്കേഷനിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ അവർ ചാർജ് ചെയ്യുന്നത് £17.99 ആണ്. അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ടെസ്റ്റ് ബുക്ക് ചെയ്ത റെഫറൻസ് നമ്പറുകൾ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കാനുണ്ട്. പക്ഷേ അത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അത് എൻ്റർ ചെയ്താൽ മതി. പക്ഷേ ഞാനിത് ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് എന്നോട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ അത് സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു 3 ടെസ്റ്റ് സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ടെസ്റ്റ് സെൻറ്റർ ആണെങ്കിൽ ആ സ്ഥലം മാത്രം സെലക്ട് ചെയ്തിട്ട് സേവ് സെലക്ഷൻ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ ആ സമയത്ത് ആ സ്ഥലത്ത് വേറെ ഏതെങ്കിലും ക്യാൻസലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടേക്കുന്നവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആ സ്ലോട്ടിലേക്ക് നമ്മളെ ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡേറ്റ്സ് ടു ഓട്ടോ ബുക്ക് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്, അത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പം ഏതൊക്കെ ദിവസം ഏതൊക്കെ സമയത്താണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്ലോട്ട് വേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, അപ്പോൾ ഏതെങ്കിലും ഒരു മാസം എടുക്കുക, നമുക്ക് വേണ്ട ദിവസങ്ങൾ എടുക്കുക, ആ സമയത്ത് ഏത് സമയമാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ക്യാൻസലേഷൻ വരുവാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ അതിനകത്ത് ബുക്ക് ചെയ്യും. ഈ ഓട്ടോ ബുക്ക് നമ്മൾ എനേബിൾ ചെയ്യാതെ ചുമ്മാ സെർച്ച് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മളെ നോട്ടിഫൈ ചെയ്യും. പക്ഷേ നമ്മളത് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഗോൺ എന്നായിരിക്കും കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ തന്നെ ആരെങ്കിലും ഓട്ടോ ബുക്ക് സെലക്ട് ചെയ്ത് ആ സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓട്ടോ ബുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാൻസ് 95% ഇൻക്രീസ് ചെയ്യും നമുക്ക് ആ ഒരു സ്ലോട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു സ്ലോട്ട് കണ്ടുപിടിച്ച് നമ്മളെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്ത ആ ഒരു സ്ലോട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ഒന്നും വേണ്ട. കാരണം ഈ ആപ്ലിക്കേഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ പേയ്മെൻറ്റിനും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നമ്മളത് ഓൾറെഡി പേ ചെയ്തത് ദിവസം മാത്രം ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെർച്ചും ഓട്ടോ ബുക്കും ഓട്ടോമാറ്റിക്കായിട്ടും പോസ് ആവും. അപ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ജെന്റിന് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഞാനിത് വേറെ പ്ലേസിൽ ബുക്ക് ചെയ്തിട്ട് അത് നമ്മുടെ പ്രിഫറബിൾ പ്ലേസിലോട്ട് മാറ്റി ഡേറ്റും ഏർലി ആക്കി. ജെന്റിന് ശരിക്കും ബുക്ക് ചെയ്തപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഡേറ്റ് കിട്ടിയത്. അത് ഒരു 12-13 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം വരെ കിട്ടി. അപ്പം അതുപോലത്തെ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൗകര്യം 12 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് അത് ബുക്ക് ചെയ്തത്. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഇത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ 180 ദിവസം കഴിഞ്ഞ് 185 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഇന്ത്യയിലെ ലൈസൻസ് വെച്ച് ഇവിടെ 1 വർഷം ഓടിക്കാം. പക്ഷേ ഓടിക്കുമ്പം വളരെ കെയർഫുൾ ആയിരിക്കുക. അപ്പം പുതിയ ഡ്രൈവേഴ്സ് എങ്ങനെ UK ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുകയാണ്. പ്രൊഫഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിയറി ടെസ്റ്റ് എഴുതണം. തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സസിന് പോകണം. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഡ്രൈവിംഗ് ക്ലാസ് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു ഡേറ്റ് എടുക്കാം. പക്ഷേ എപ്പോഴും ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഇവിടെ ഡ്രൈവ് ചെയ്ത് ശീലമുള്ള ഒരാളുടെ കൂടെ നമ്മൾ കുറച്ച് ദിവസമെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് ആ ടെസ്റ്റിൻ്റെ രീതിയൊക്കെ പഠിക്കാനായിട്ട് അത് നല്ലതായിരിക്കും, ഒരുപാട് നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തിയറി ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 വർഷമാണ് കാലാവധി. അതിനുള്ളിൽ നമ്മൾ പ്രാക്ടിക്കൽ പാസ്സാവണം. അപ്പം അതും ഒന്ന്
ഓർത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് വെരി മച്ച്.